ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ബുദ്ധിയുള്ള ആൾക്കാർക്ക് ലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളത്. അതായത് ചിന്തിച്ച് നോക്കിയാൽ ലക്ഷ്മി പറയുന്നത് വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ലക്ഷ്മിയുടെ അഭിപ്രായമാണെങ്കിൽ പോലും എനിക്ക് അഭിപ്രായം ഉണ്ടല്ലോ. അല്ല, ലാലേട്ടൻ്റെ ഒരു അഭിപ്രായമാണല്ലോ ലാലേട്ടൻ അവിടെ പറഞ്ഞത്. ലാലേട്ടൻ അഭിപ്രായം പറഞ്ഞില്ല. ലാലേട്ടൻ എന്തുമാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ലാലേട്ടനാണ്. പക്ഷേ ലാലേട്ടൻ എന്തുമാത്രം റേസ് ചെയ്ത ലക്ഷ്മിയോട് സംസാരിച്ച്, അതായത് അവരുടെ ആശയത്തിന് ലക്ഷ്മിയുടെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന തരത്തിലാണ്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം ലക്ഷ്മി അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാതെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയോടെ നിന്നു. പക്ഷേ ഇപ്പോൾ ലക്ഷ്മിയുടെ അമ്മ അകത്ത് പോയപ്പോഴും പുള്ളിക്കാരി ഒരു ടീച്ചറാണ്. പുള്ളിക്കാരി വേണമെങ്കിൽ ലക്ഷ്മിക്ക് ഇത്രയും സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം കൊണ്ട് കിട്ടിയുണ്ട് ഈസിലി നമുക്ക് പറയാൻ ലക്ഷ്മി നിലപാട് മാറ്റാത്തവിടെ നിന്നാൽ ലക്ഷ്മിക്ക് ടോപ്പ് 5 എത്താൻ പറ്റുമെന്ന് പറയാമായിരുന്നു. പക്ഷേ പുള്ളിക്കാരി വന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും അവരേറെ ചെയ്തിട്ടില്ല. നമ്മൾ ടി വിയിൽ കണ്ടപ്പം അവിടെ വെച്ച് ഞാൻ പറഞ്ഞ കാര്യം എടുത്തിട്ടില്ല. ഇവിടെ വെച്ച് പല പ്രോമിനൻറ്റ് കാര്യങ്ങളും അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. ആകെ നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് ആ സിറ്റ് ഔട്ട് ഇരുത്തും എന്നുള്ള ഭാഗം മാത്രം. അത് കഴിഞ്ഞിട്ട് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നൊരു ഭാഗം പോലും ഉണ്ട്, അത് ഏറെ ചെയ്തിട്ടില്ല. പിന്നെ ഇവരെ രണ്ടുപേരും അപ്പുറം ഇപ്പുറയും വലിമിച്ച് ഇരുത്തിയിട്ട് പറയുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയോണ്ട് അവർക്കൊരു വിഷമം വരും. അപ്പം ആ ഒരു രീതിയിൽ ലക്ഷ്മി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങൾക്കും ജീവിക്കാനുള്ളതാണ് ഈ ലോകം എന്നൊക്കെ പറഞ്ഞ് ആദ്യ നൂറയ്ക്ക് എൻ്റെ ലക്ഷ്മിയുടെ ഉമ്മ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിനോടും പറയുന്നുണ്ട്, അവരായിട്ട് ഇനി ഒന്നിനും പോകണ്ട, നീ ഗെയിം കളിച്ച് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ അത്രത്തോളം ഇവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. വേണമെങ്കിൽ വലിമച്ചിക്ക് പറയായിരുന്നു അവിടെ ചെന്നിട്ട് ഇവരോട് നിൽക്കണ്ട, നീ ഇവരുടെ എതിരെ നിന്ന് കളിച്ച് നീ ടോപ്പ് 5 എത്താമെന്ന്. പക്ഷേ പുള്ളിക്കാരി ഇത് പറഞ്ഞില്ല. പുള്ളിക്കാരി വളരെ ഫണ്ണി ആയിട്ട് പറഞ്ഞിട്ട് കാര്യമാണ്, ലക്ഷ്മിനെയാണ് ആക്ച്വലി അവിടെ ഊക്കാൻ വലിമിച്ച് ട്രൈ ചെയ്തത്. കാരണം നീ വീട്ടിൽ കേട്ടത്തില്ല, നിങ്ങൾ കുഴപ്പമില്ല, ഞാൻ എൻ്റെ സിറ്റ് ഔട്ട് ഇരുത്തിക്കോളാം എൻ്റെ ആ പിള്ളേരെ ആ രീതിയിൽ സംസാരിച്ച കാര്യം ഉടനെ തിരിഞ്ഞു. അത് പുള്ളിക്കാരി എന്തോ തള്ളേക്കാൾ മോശം അമ്മയേക്കാൾ അങ്ങനെ ഒരു സംഭവം കമൻ്റൊക്കെ പല ഫാൻസുകാർ ഇപ്പോൾ നൂറയുടെ തന്നെ ഫാൻസ് ഗ്രൂപ്പുകളിലും അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ണായിട്ട് ഒരു രീതിയിൽ പറഞ്ഞ സാധനത്തിന് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് എടുത്ത് ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ലക്ഷ്മിനെയും ഫാമിലിനെയും വീണ്ടും നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു PR വർക്കാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അഫ്കോഴ്സ് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ പുള്ളിക്കാരി അങ്ങനെ ഉദ്ദേശമൊന്നും പറഞ്ഞ ടൈപ്പല്ല. പുള്ളിക്കാരി അവിടെ ആക്ച്വലി അതിലെ നൂറയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ സംസാരിച്ചത്. ആക്ച്വലി ഞാനാണെങ്കിൽ ചെയ്യത്തില്ല. അപ്പോൾ അവർക്കും ആ സമയത്ത് ഒരു ഇമോഷണൽ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ, ഫണ്ണായിട്ട് തന്നെ അവരും എടുത്തിരിക്കാൻ തോന്നുന്നു. അവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, കാരണം ഓൾറെഡി പറഞ്ഞു എൻ്റെ മോൾ പാർവതിയുടെ അതേ ഫേസ് കട്ടാണോ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരി. അപ്പോൾ അതിനിടെ എങ്ങനെ പുള്ളിക്കാരി നെഗറ്റീവ് പറയാൻ ട്രൈ ചെയ്യുന്നത്? ഓൾറെഡി പുള്ളിക്കാരി കയറിയ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് ഓൾറെഡി അറിയാം, പുള്ളിക്കാരുടെ സെൻസൊക്കെ ഔട്ടായിരുന്നു ആ സമയത്ത്. കരഞ്ഞ് പുള്ളിക്കാരി കയറി ചെല്ലുമ്പോഴേ രണ്ടുപേർ കരഞ്ഞൊരു 5 മിനിറ്റോളം കെട്ടിപ്പിടിച്ച് നിൽക്കുക ലക്ഷ്മി അമ്മയും. കാരണം ഒരു തരത്തിലായ ഒരു ഉച്ച 12:30 തൊട്ട് ഒരു 2:30-3 മണി വരെ പുള്ളിക്കാരി കരച്ചിൽ നിർത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരി ഓൾറെഡി കയറി പോയത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പുള്ളിക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഞാൻ എന്താ ലക്ഷ്മിയുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടോ ലക്ഷ്മി പറയുന്ന ലക്ഷ്മിയുടെ ഓരോ നിലപാടുകളാണ്. അതിൽ ലക്ഷ്മിയുടെ ഇഷ്ടമാണ്, അതിൽ നമ്മളോ ഞങ്ങളുടെ കുടുംബക്കാരോ ഉത്തരവാദികളല്ല. പക്ഷേ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞതിന് എനിക്ക് പറയാൻ റൈറ്റ് ഉണ്ട്. കാരണം പുള്ളിക്കാരി അത് ദ്വേഷമല്ല പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോയ കാര്യമാണ്.